ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. പിന്നെ ഞാൻ ആ അവസ്ഥ വലിയ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് 4 ഇഷ്ടത്തിന് പുറകെ പോയില്ലെങ്കിലും 2 ഇഷ്ടത്തിന് പുറകെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. എണീറ്റ് തന്നെ 8 മണിയായി, അത് വേറൊരു കാര്യം. എന്നിട്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം ഒരേ വേ ആണെന്നേ. അപ്പം നമുക്ക് കാണാം അല്ലേ. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അത് തിളപ്പിച്ചുറ്റാൻ വേണ്ടി വെക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ അത് നാശമായി പോകും. നാശക്കൊടാലേ ഉച്ചയ്ക്ക് ഞാൻ ഓർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടിയാണെങ്കിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിപ്പൊടിക്കകത്ത് കുറച്ച് ഉപ്പും കുറച്ച് ജീരകവും മാത്രം ഇട്ടിട്ട് ആ തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇളക്കിയിട്ട് അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കയ്യടാവുക ഗൈസ്. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിച്ച് നമുക്ക് ആവശ്യത്തിലുള്ള തേങ്ങയൊക്കെ തിരുമ്മി എടുക്കാം കേട്ടോ. തേങ്ങയുടെ വില അറിയാലോ. അപ്പോൾ കുറച്ച് പൊട്ടിക്കുന്നത് ഞാനല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തേങ്ങ വെള്ളത്തിന് വേറെ അവകാശികൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തേങ്ങ എടുത്ത് തിരുമ്മിയിട്ട് അതിൻ്റെ പപ്പാതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സെക്ഷൻ ഒരു കൂട്ടർക്കും മറ്റേ സെക്ഷൻ മറ്റൊരു കൂട്ടർക്കും. അതൊക്കെ ഒന്ന് ചൂടാറി തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് ഇങ്ങനെ ഉരുളയല്ല ഇങ്ങനെ നീളത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാം. ശരിക്കും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുക്കേണ്ടതായിരുന്നു. പിന്നെ നമുക്ക് സമയം ഒരുപാടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ നീളത്തിലെടുത്തത്. അപ്പോൾ നീളത്തിൽ പരത്തിയെടുത്തതെല്ലാം നേരെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ, ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ മാവാണെങ്കിൽ ഞാൻ ഇതുപോലെ വട്ടത്തിൽ നല്ല റൗണ്ടിൽ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ സാധാ കുഴക്കട്ടയില്ലേ അതുപോലെ തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ട് അതിനകത്താക്കി മിക്സാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ നീളത്തിൽ വെച്ചതിനുള്ള അരപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയും കുറച്ച് ചെറിയുള്ളി കുറച്ച് മുളക് പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ നീളത്തിലുള്ളതിനെയും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ചെറിയ ചെറിയ ഉരുളകളായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ മുറിച്ചെടുക്കുന്ന പ്രോസസ്സിങ് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് നേരെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിനകത്ത് കടുവ പൊട്ടിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മുറിച്ച് വെച്ചിരുന്നില്ലേ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അരപ്പിനകത്തൂടെ കുറച്ച് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവിൻ്റെ ഉപ്പ് കുറവായതുകൊണ്ട് അതുകൂടെ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് വെല്ലാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടനാണെങ്കിൽ പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യോടെ ഈ അടുപ്പിലോട്ട് തന്നെ ചായക്കുള്ളതൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പല്ല് തേക്കുന്ന മാത്രം കാണിച്ചില്ലല്ലോ. അപ്പം ഞാൻ പല്ല് തേച്ച് വയ്ക്കുമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട ഗൈസ്. ഞാൻ ചായ കുടിക്കുന്നതിന് മുമ്പ് എന്തായാലും പല്ല് തേച്ചിരിക്കും കേട്ടോ. ഏട്ടനും മക്കളൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനും കഴിക്കട്ടെ കേട്ടോ. ഇനിയും ബാക്കി പാത്രം കൂടെ കഴിയണം. ടാറ്റ ബൈ ബൈ, സീ യു.